ഹായ്, അസ്സാം വലൈക്കും. ഇന്നൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെ പറയാം കേട്ടോ. ഇത് കൽപ്പിച്ച അടിപൊളി ഇട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും ടേസ്റ്റ് ആയിരിക്കും വിചാരിച്ചില്ല. വെറുതെ പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ മസാല ആണത്. എങ്ങനെ റെഡിയാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ മീനിലേക്ക് ഒരു പുരട്ടി വെക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ, മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും ഇഞ്ചി വെള്ളുള്ളി എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. അപ്പോൾ അത് അടിച്ചെടുക്കുന്ന ആ ഒരു ഇത് ഫസ്റ്റത്തെ വീഡിയോ സ്കിപ്പായി പോയേ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതപ്പോൾ ഇവിടെ 3 മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ക്ലീനാക്കി വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ മീനിലൊന്ന് മസാല പുരട്ടി വെക്കാം. മീനിൽ മസാല തേച്ച് പിടിക്കുന്ന സമയത്ത് ആ വരൻ്റെ ഉള്ളിലേക്കൊക്കെ തന്നെ നല്ലോണം ഒന്ന് മസാലയൊക്കെ എത്തുന്ന വിധത്തിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ നല്ലോണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുന്ന വിധത്തിൽ തേച്ച് കൊടുത്താൽ. പിന്നെ വയറ് കീറിയിട്ടുള്ള ആ ഒരു ഭാഗത്തും നല്ലോണം തേച്ച് കൊടുക്കുക. തലേൻ്റെ ഉള്ളിലും വയറ് കീറിയ ഭാഗത്തൊക്കെ ഒന്ന് നല്ലോണമായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഒരു പാനിൽ നല്ലോണം ചൂടായ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഒരു മീൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില നിരത്തി കൊടുക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ മീൻ ഓരോന്നായിട്ട് അതിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലാ മീനും നന്നായിട്ട് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൻ്റെ ഒരു സൈഡൊക്കെ റെഡിയായി വന്നപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീനൊക്കെ അവിടെ റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു മീഡിയം സൈസിലൊരു തക്കാളി ഉള്ളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു സൂത്രം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതാ മീനൊക്കെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കൊണ്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നിരത്തി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നടുകീറിയിട്ട് അതും കൂടെ ഒന്ന് ആ വെളിച്ചെണ്ണൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ നല്ല റൗണ്ടിലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം കനമില്ലാണ്ട് റൗണ്ടിൽ മുറിച്ചെടുക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് ആ ചൂടുള്ള മീനിൻ്റെ മേലെ തന്നെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അതിൻ്റെ മേലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ ഒഴിക്കാൻ എനിക്ക് മറന്നുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ അടച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്താണ് കേട്ടോ. കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് ഇങ്ങനെ ഓപ്പണാക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കണം തോന്നി കേട്ടോ. കാരണം നല്ല കൊതിപ്പിക്കണം, ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് തുറന്നപ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കണം മണമായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പീസ് മീനും അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഉള്ളി എല്ലാം കൂടെ കൂട്ടിയൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറുതെ പറയുന്നല്ല. കൽബൂസ താങ്ക് യു. നല്ല അടിപൊളി ടേസ്റ്റുള്ള തന്നെ കേട്ടോ.